നമസ്കാരം. എല്ലാവർക്കും ഓണമെല്ലാം നന്നായി ഘോഷിക്കാൻ പറ്റിയെന്നാണ് കരുതുന്നത്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊക്കെയാണല്ലോ. എന്തായാലും അങ്ങനെ തന്നെ ചെയ്തിരിക്കുകയാണ് നമ്മുടെ പിണറായി സർക്കാർ. പക്ഷെ ഇപ്പോൾ ട്രഷറി പൂട്ടേണ്ട അവസ്ഥയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയെന്ന് മാത്രം. കടം വാങ്ങാൻ കഴിയുന്നതിൻ്റെ പരമാവധി തുകയും പണം കടമെടുത്തിട്ടാണ് ഓണം അങ്ങ് പൊടിച്ച് ആഘോഷിച്ചത്. അതോടെ ഇപ്പോൾ സംസ്ഥാനത്ത് വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതായത് ട്രഷറി പൂട്ടിയിടേണ്ട അവസ്ഥയിലേക്ക് എത്തിയെന്ന് ചുരുക്കം. ട്രഷറിയിൽ പണമില്ലാത്ത അവസ്ഥയിലാണെന്ന് കാര്യങ്ങൾ. അതോടെ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്തു? ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് സർക്കാർ വീണ്ടും. 5 ലക്ഷം രൂപയിലധികമുള്ള ബില്ലുകൾ മാറി നൽകില്ല എന്നതാണ് പറയുന്നത്. നേരത്തെ ഇത് 25 ലക്ഷം എന്നതായിരുന്നു പരിധി. ഇപ്പോഴിത് 5 ലക്ഷം ആക്കിയെങ്കിലും ഈ പരിധി ഉയർത്താനുള്ള സാധ്യതകളും രാഷ്ട്രീയ നിരീക്ഷകർ മാറ്റി നിർത്തുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങളെയും കരാറുകാരെയും ഒക്കെയാണ് ഈ നിയന്ത്രണം ബാധിക്കുക. വിവിധ വകുപ്പുകളിലെ ആനുകൂല്യങ്ങളുടെ വിതരണത്തിനും കാലതാമസം ഉണ്ടാകും. എന്തിനധികം ഇത് വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങളെ വരെ ബാധിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ബില്ലുകളൊക്കെ മാറുന്നതിന് 5 ലക്ഷം എന്ന പരിധി ഉണ്ടല്ലോ, ആ പരിധി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബാധകമാണെന്ന് പ്രത്യേകം എടുത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക വർഷത്തിന്റെ 2ാം പകുതിയിലാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങാനാവുന്നത്. ഈ ഘട്ടത്തിലാണ് നിയന്ത്രണം വരുന്നത്. ഈ ഘട്ടത്തിൽ നിയന്ത്രണം വന്നിട്ടുണ്ടെങ്കിൽ പല പദ്ധതികളും അങ്ങ് ഒഴിവാക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും. സർക്കാരിന് പണം നൽകാനാവാത്ത സാഹചര്യത്തിൽ കരാറുകളുടെ ബില്ലുകൾ ബാങ്ക് വഴി മാറാവുന്ന ബിൽ ഡിസ്കൗണ്ട് സംവിധാനത്തിലും ആദ്യമായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് 90% തുക വരെയാണ് കിട്ടിയിരുന്നത്. ഇനി അത് 5 ലക്ഷം രൂപയെ കിട്ടൂ. തദ്ദേശ സ്ഥാപനങ്ങളിലെ കരാറുകാർക്കും ഇത് ബാധകമാണ്. പണം പിന്നീട് സർക്കാർ ബാങ്കുകൾക്ക് നൽകണം. ഇതിന് പലിശ കരാറുകാർ തന്നെ നൽകണം. അതായത് കരാറുകാരുടെ നടപടിയും. ബില്ലുകൾ മാറുന്നതിന് നേരത്തെ 5 ലക്ഷമായിരുന്നു പരിധി ഉണ്ടായിരുന്നത്. ഈ വർഷം ജൂണിലാണ് അത് 25 ലക്ഷമാക്കിയിട്ട് ഉയർത്തുന്നത്. സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതുകൊണ്ട് വീണ്ടും ആ പഴയ അവസ്ഥയിലേക്കാണ് ട്രഷറി എത്തപ്പെട്ടിരിക്കുന്നത്. ഡിസംബർ വരെ ഇനി കടമെടുക്കാൻ ശേഷിക്കുന്നത് വെറും 1200 കോടി രൂപ മാത്രമാണ്. ഈ സാഹചര്യത്തിലാണ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഈ സാമ്പത്തിക വർഷം 37,512 കോടി രൂപ കടമെടുക്കാനാണ് സംസ്ഥാനത്തിന് അനുമതി ഉണ്ടായിരുന്നത്. ഇതിൽ ഡിസംബർ വരെയുള്ള 21,253 കോടി രൂപ സെപ്റ്റംബർ ആദ്യം തന്നെയാണ് സർക്കാർ എടുത്തത് എന്നർത്ഥം. ബാക്കി തുക അടുത്ത വർഷം ജനുവരിയിലാണ് എടുക്കാനാവുക. എന്നാൽ ഓണച്ചെലവുകൾക്കായി 5000 കോടി രൂപ കൂടി കടമെടുക്കാൻ സംസ്ഥാനം അനുമതി തേടി. ഇതിൽ 4200 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം വീണ്ടും അനുവാദം കൊടുക്കുകയും ചെയ്തു. ഓണം കഴിഞ്ഞതോടെ വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ട്രഷറി നിയന്ത്രണം കടുപ്പിക്കാൻ തീരുമാനമെടുക്കുകയാണ് പിന്നീട് ഉണ്ടാകുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കനത്തതോടെ ഇതിനോടകം തന്നെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനവും അവതാളത്തിലായെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വികസന പ്രവർത്തനങ്ങളെ അടക്കം നേരിട്ട് ബാധിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. അതായത് വയനാട് പുനരധിവാസ പ്രവർത്തനമടക്കം ഇതിൽ നടക്കേണ്ടതുണ്ട്. അതെല്ലാം പിന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അത്തരത്തിൽ പിന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ളവരുടെ അവസ്ഥ വളരെ ദുരിതത്തിലാകുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. എന്തായാലും ഇതിനായിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും വിഹിതം എത്തിയിട്ടില്ലെങ്കിൽ സർക്കാർ കടുത്ത പ്രതിസന്ധി ഇതിലേറെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തന്നെ എത്തുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യത്തിൽ മോശം പറയാൻ പറ്റില്ല, കുറ്റം പറയാൻ പറ്റില്ല. ക്ലിഫ് ഹൗസിലെ പശുക്കളുടെ കാര്യത്തിലൊന്നും മുഖ്യൻ കുറവ് വരുത്തിയിട്ടില്ല. കാരണം അവയ്ക്കൊക്കെ സ്വർണ്ണ തൊഴുത്താണ് പണിതിരിക്കുന്നത്. ഒരു കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ എത്ര രൂപ വേണമെന്ന് നമുക്കറിയാം. പശുക്കൾ കൂടുതലാണെങ്കിൽ തുക കൂടും, അതൊക്കെ ഉറപ്പാണ്. പക്ഷെ എന്നാലും ലക്ഷക്കണക്കിന് രൂപയൊക്കെ വരുമോ? എന്നാൽ പിണറായി വിജയന്റെ കാലിത്തൊഴുത്ത് സ്വർണം കൊണ്ട് നിർമ്മിക്കുന്നതായിരിക്കും. അതിനാൽ ഈ വർഷാവർഷം അതായത് ഇതിനൊക്കെ ആയിട്ട് വർഷാവർഷം ലക്ഷക്കണക്കിന് രൂപയാണ് പിണറായി വിജയൻ ചെലവഴിക്കുന്നത് എന്നർത്ഥം. അത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ 42.50 ലക്ഷം രൂപയ്ക്ക് കാലിത്തൊഴുത്ത് നിർമ്മിച്ചത് വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. കാലിത്തൊഴുത്ത് പോട്ടെ, ചാണകക്കുഴി നിർമ്മിച്ചതിന് വരെ 4.40 ലക്ഷമായിരുന്നു ധനമന്ത്രിയായിട്ടുള്ള നമ്മുടെ
ഗോപാൽ വാരി എറിഞ്ഞിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം ഈ സർക്കാരിൻ്റെ കാര്യം. ഇത്തരം കെടുകാര്യസ്ഥതകൾ മുഴുവൻ വരുത്തി വെച്ചിട്ടാണ് ഈ കടം വാങ്ങി കൂട്ടുന്നത്. ഈ കടം വാങ്ങി എങ്ങോട്ടാണ് പോക്ക് എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ ശ്രീലങ്കയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഇത്തരത്തിൽ കേരളത്തിലെ കൂടി എത്തിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ പോക്ക് എന്നുള്ളത് ഇനി പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. കാര്യം നമുക്കെല്ലാവർക്കും ഓരോരോ രാഷ്ട്രീയ ചായ്വുകൾ ഉണ്ടാവും. ഏത് രാഷ്ട്രീയ ചായ്വിൽ നിൽക്കുമ്പോഴും ആ രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നത് തെറ്റാണെങ്കിൽ, അതിൻ്റെ സർക്കാർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അത് മനസ്സിലാക്കാനും അവരെ തിരുത്താനും കൂടി നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ഈ വോട്ട് ചെയ്ത് ഇവരെയൊക്കെ അവിടെ എത്തിക്കുന്നത് നമ്മളാണല്ലോ. അപ്പോൾ പറയുമ്പോൾ ഞങ്ങൾ LDF-കാരായതുകൊണ്ട് അല്ലെങ്കിൽ കമ്മികളായതുകൊണ്ട് ഞങ്ങൾ ഇതിനെ എങ്ങനെയും മെഴുകി ന്യായീകരിക്കും എന്നുള്ളതല്ല. ഈ സർക്കാരിനെ തിരുത്താൻ ഇവരുടെ അണികൾക്ക് വരെ അവകാശമുണ്ടല്ലോ. ഈ അണികളെങ്കിലും ഇനിയെങ്കിലും വെട്ടിത്തുറന്ന് പറയണം, ഈ പരിപാടി നടക്കില്ല. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത ഭരണം കിട്ടില്ല, അത് ഉറപ്പാണ്. BJPക്ക് വോട്ട് വർധന ഉണ്ടായത് പോലും CPM കേരളത്തിൽ തകർന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അത് CPM-ന്റെ തകർച്ച എത്രത്തോളം ഉണ്ടോ അത്രത്തോളം വോട്ട് കൂടുതൽ BJPക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് മറ്റുള്ളവരുടെ പുഴുക്കുത്ത് കുത്തി നോക്കിക്കൊണ്ടിരിക്കാതെ അവനോന്റെ സർക്കാരിനെ വൃത്തിക്ക് നയിക്കാൻ ഈ ക്യാപ്റ്റന് കഴിയണം എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാരണം. അതല്ലാതെ അടുത്ത സർക്കാർ കയറുമ്പോൾ ഇതെല്ലാ ബാധ്യതയും കൂടി ആ സർക്കാരിൻ്റെ തലയിലേക്ക് വെച്ചു കൊടുക്കാൻ നോക്കുകയല്ല പിണറായി സർക്കാർ ചെയ്യേണ്ടത്. തൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും ഈ അഴിമതിയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് ഘോരഘോരം പറയാമെന്നല്ലാതെ പിണറായി സർക്കാർ ഇതൊക്കെ മാറ്റുമേ എന്നുള്ളത് നമ്മൾക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്തായാലും സ്വർണ്ണത്തൊഴുത്തും പൂട്ടിയിട്ട ട്രഷറിയും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. ട്രഷറി എന്നുള്ളത് സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നന്ദി.